നമസ്കാരം, ഇക്കണോമിക് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെയെല്ലാം ഉറക്കം കെടുത്തുന്ന ഒരു വലിയ വാർത്തയുമായാണ്. നിങ്ങൾ ഒരു ഓഫീസിലിരുന്ന് കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്ന ആളാണോ? എങ്കിൽ അടുത്ത 1.5 വർഷത്തേക്ക് നിങ്ങൾക്ക് വളരെ നിർണായകമാണ്. ഇത് ഞാൻ പറയുന്നതല്ല. ലോകത്തെ ഏറ്റവും വലിയ ടെക് കമ്പനിയായ മൈക്രോസോഫ്റ്റിന്റെ AI വിഭാഗം മേധാവി മുസ്തഫ സുലൈമാനാണ് ഈ ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അടുത്ത 12 മുതൽ 18 മാസത്തിനുള്ളിൽ നമ്മൾ കാണുന്ന ഭൂരിഭാഗം വൈറ്റ് കോളർ ജോലികളും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ AI ഏറ്റെടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ സത്യം? ആരൊക്കെയാണ് അപകടത്തിലാകുന്നത്? നമുക്ക് ഈ മാറ്റത്തെ എങ്ങനെ നേരിടാം? ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം, ഇപ്പോൾ തന്നെ പല കാര്യങ്ങളും AI ചെയ്യുന്നുണ്ട്. എന്നാൽ സുലൈമാൻ പറയുന്നത് ഇതൊരു തുടക്കം മാത്രമാണെന്നാണ്. വക്കീലന്മാർ, അക്കൗണ്ടന്റുമാർ, പ്രൊജക്ട് മാനേജർമാർ, മാർക്കറ്റിംഗ് പ്രൊഫഷണലുകൾ ഇവരുടെ എല്ലാം ജോലികൾ AI പൂർണ്ണമായും ചെയ്യാൻ തുടങ്ങുന്ന കാലം അതിദൂരെയല്ല. കൃത്യമായി പറഞ്ഞാൽ 2026 അവസാനത്തോടെയോ 2027 ആദ്യത്തോടെയോ ഇതിന്റെ വലിയ മാറ്റങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ചെയ്യുന്ന മിക്ക ജോലികളും AIക്ക് ചെയ്യാൻ പറ്റും എന്നതാണ് ഇതിന്റെ കാതലായ വശം. ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കാര്യം തന്നെ എടുക്കാം. പണ്ട് വരിവരിയായി കോഡുകൾ എഴുതുന്നതായിരുന്നു അവരുടെ പ്രധാന ജോലി. എന്നാൽ ഇന്ന് AI മോഡലുകൾ മനുഷ്യരെക്കാൾ വേഗത്തിലും കൃത്യമായും കോഡിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എഞ്ചിനീയർമാർ ചെയ്യുന്നത് ആ കോഡുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പ്ലാൻ ചെയ്യുക മാത്രമാണ്. അതായത് പണിക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു മേൽനോട്ടക്കാരൻ എന്ന നിലയിലേക്ക് ജോലി മാറിക്കഴിഞ്ഞു. സുലൈമാന്റെ അഭിപ്രായത്തിൽ ഒരു പോഡ്കാസ്റ്റ് തുടങ്ങുന്നതോ ബ്ലോഗ് എഴുതുന്നതോ പോലെ ലളിതമായിരിക്കും ഭാവിയിൽ ഓരോ കമ്പനിക്കും സ്വന്തമായി ഒരു AI മോഡൽ ഉണ്ടാക്കുക എന്നത്. വലിയ സാങ്കേതിക വിദ്യയൊന്നും ഇതിനായി പഠിക്കേണ്ടി വരില്ല. ഓരോ സ്ഥാപനത്തിനും അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള AI ടൂളുകൾ വികസിപ്പിക്കാൻ സാധിക്കും. ഇത് കമ്പനികളുടെ ചിലവ് കുറയ്ക്കുമെങ്കിലും ജീവനക്കാരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ ചോദിച്ചേക്കാം, AI ഇത്രയ്ക്ക് മിടുക്കനാണോ എന്ന്. മൈക്രോസോഫ്റ്റ് ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ AI മോഡലുകൾക്ക് മനുഷ്യൻ ചെയ്യുന്ന പോലെ തന്നെ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുണ്ടാകും. 2-3 വർഷത്തിനുള്ളിൽ വലിയ കമ്പനികളിലെ സങ്കീർണമായ വർക്ക് ഫ്ലോകൾ പോലും AI ഏജന്റുമാർ കൈകാര്യം ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആമസോൺ പോലുള്ള വമ്പൻ കമ്പനികൾ ഇപ്പോൾ തന്നെ AI കാരണം തങ്ങളുടെ കോർപ്പറേറ്റ് ജീവനക്കാരുടെ എണ്ണം കുറച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ലോകമെമ്പാടുമുള്ള IT മേഖലയിലേക്കും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ത്യയിലെ IT കമ്പനികളുടെ ഓഹരി വിപണിയിൽ പോലും ഇതിന്റെ ചലനങ്ങൾ നമ്മൾ കണ്ടു. പക്ഷെ ഇതെല്ലാം കേട്ട് പേടിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്. സാങ്കേതിക വിദ്യ മാറുമ്പോൾ നമ്മളും മാറണം. പഴയ ജോലികൾ ഇല്ലാതാകുമ്പോൾ പുതിയ തരം ജോലികൾ ഉണ്ടാകും. AI നിയന്ത്രിക്കാനും അതുപയോഗിച്ച് മികച്ച ഫലങ്ങൾ ഉണ്ടാക്കാനും പഠിക്കുന്നവർക്ക് ഈ കാലഘട്ടത്തിലും വലിയ അവസരങ്ങളുണ്ട്. സ്ട്രാറ്റജിക് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, മനുഷ്യബന്ധങ്ങൾ എന്നിവ ആവശ്യമുള്ള മേഖലകളിൽ AIക്ക് അത്ര പെട്ടെന്ന് കടന്നു കയറാൻ കഴിയില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ വെറും ഒരു ടൈപ്പിസ്റ്റ് ആയിട്ടോ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ആയിട്ടോ ഇനി തുടരാൻ കഴിയില്ല. നിങ്ങളുടെ കഴിവിനെ അടുത്ത തലത്തിലേക്ക് ഉയർത്തുക എന്നത് മാത്രമാണ് മുന്നിലുള്ള വഴി. മൈക്രോസോഫ്റ്റ് അവരുടെ സ്വന്തം AI മോഡലുകൾ 2026 പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണ്. ഇത് തൊഴിൽ വിപണിയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും പുതിയ ടെക്നോളജി ട്രെൻഡുകളെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഇക്കണോമിക്സ് ടൈംസ് മലയാളം ഫോളോ ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. നിക്ഷേപങ്ങളോ ജോലി സംബന്ധമായ തീരുമാനങ്ങളോ എടുക്കുന്നതിന് മുൻപ് സാമ്പത്തിക വിദഗ്ധരുമായോ കരിയർ കൗൺസിലർമാരുമായോ ചർച്ച ചെയ്യുക. നന്ദി.